അതും കർഷകനായ ഒരു വ്യക്തി ഒരു വന്യമൃഗത്തെ അല്ലെങ്കിൽ ഒരു ആനയെ ക്രൂരമൃഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു മനുഷ്യത്വമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ സംസാരിക്കട്ടെ അവർക്ക് സംസാരിക്കാനുള്ള സമയം കൊടുക്കൂ. അപ്പൊ ഞാൻ മിണ്ടാൻ പാടില്ല? ഇല്ല. അങ്ങനെയാണ്. സുമിത്ര മേഡം സംസാരിക്കൂ. നല്ലത് പറയാൻ പറയൂ. നല്ലത് പറയാൻ പറയും. സുമിത്ര മേഡം സംസാരിക്കൂ. ഞാൻ സംസാരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ സുഗതൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര തമാശയാണ് തോന്നിയത്. അതെന്താണ് കാരണം ഇദ്ദേഹം പല പ്രാവശ്യം പറയുകയുണ്ടായി, ഞങ്ങൾ കാട്ടിൽ പോയി കൃഷി നടത്തിയതല്ല, നാട്ടിൽ കൃഷി നടത്തിയപ്പോൾ ഈ വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിച്ചതാണെന്ന്. ഈ നാട് എങ്ങനെ ഉണ്ടായി? ഞാൻ സംസാരിക്കട്ടെ. ഈ നാട് എങ്ങനെ ഉണ്ടായി പറയണ മിസ്റ്റർ സുഗതൻ, ഈ നാട് എങ്ങനെ ഉണ്ടായി? സുമിത്ര മേഡം താങ്കൾ തന്നെ പറയൂ, എങ്ങനെയാണ് ഈ നാടുണ്ടായത്? ഞങ്ങളും നിങ്ങളും അടങ്ങുന്ന മനുഷ്യ സമൂഹം, ആ സമൂഹം കാട്ടിൽ പോയി ഈ വന്യമൃഗങ്ങളെല്ലാം അവിടെ നിന്ന് ഓടിച്ചിട്ട് കാട് വെട്ടിത്തെളിച്ച് ജനവാസ കേന്ദ്രമാക്കി മാറ്റി. അപ്പൊ വന്യമൃഗങ്ങൾ എന്ത് ചെയ്യും? അവരെവിടെ പോകും? നമ്മൾ ഈ വന്യമൃഗങ്ങളെ സ്നേഹിക്കാൻ പഠിക്കൂ, അപ്പൊ അവരും നമ്മളെ തിരിച്ച് സ്നേഹിക്കും. ഉദാഹരണത്തിന് ഈ മൗഗ്ലി എന്ന ഒരു കുഞ്ഞു ബാലൻ കാട്ടിൽ അകപ്പെട്ടു പോയി. അപ്പൊ അവന് വേണ്ടുന്ന സ്നേഹവും കരുതലും എല്ലാം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നത് 2 വന്യമൃഗങ്ങളാണ്. ബാക്കി നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ചിരി തോന്നും, പക്ഷെ ഇതിൽ കാര്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ കുഞ്ഞു ബാലിന് വേണ്ടുന്ന സംരക്ഷണവും സ്നേഹവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നത് ബഗീര പുലിയും ബാലുകരടിയുമാണ്. ഇവർക്ക് മൗഗ്ലിയോട് തോന്നിയ ആ സ്നേഹവും കരുതലുമാണ് നമ്മൾ മൃഗങ്ങൾക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അവരും നമ്മളെ ഇത് തിരിച്ചു തരും. അല്ല, ഞാൻ ഈ കാട്ടുപ്രദേശത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലം ഞാൻ ഈ ബഗീരപുലിനെയും കരടീനെയും ഈ കുട്ടീനൊന്നും കണ്ടിട്ടില്ല. മിസ്റ്റർ സുഗതൻ, ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ ഈ മൗഗ്ലിയെ കുറിച്ചും ബഗീര പുലിയെ കുറിച്ചും ബാലു കരടിയെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണമായിരുന്നു. ഒരു ബേസിക് നോളജ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണമായിരുന്നു. അതില്ലാത്തതിന്റെ പ്രശ്നമാണ് ഈ പുള്ളി ഇവിടെ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ രാഘവൻ കൊച്ചാനയിലേക്ക് പോവാം. രാഘവൻ കൊച്ചാന, താങ്കൾ 100 കണക്കിന് ആനകളെ മെരുക്കിയെടുത്ത ഒരു വ്യക്തിയാണ്. ഇവിടെ നമ്മൾ ഈ പച്ചരിക്കൊമ്പനെ എങ്ങനെ നമുക്ക് മെരുക്കിയെടുക്കാം, അതിനെ കുറിച്ചൊന്ന് പറയാൻ സാധിക്കുമോ? 100ഓളം ആനകളെ മെരുക്കിയെടുത്തോനാ ഞാൻ. ആനയെ പഠിക്കണം ആദ്യം. അതെ, ആന നടന്നു പോകുന്ന വഴിയെ അതിന്റെ ഗന്ധം ഏറ്റാൻ നമുക്ക് ആന ഇന്ന ഭാഗത്തുണ്ടെന്ന് പറയും. ഓ, ആനയുടെ ഗന്ധമാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്. അങ്ങനെ ആനയെ കണ്ടുപിടിക്കണം. എന്നിട്ട് ആനയെ കണ്ടുപിടിച്ചിട്ട് അല്ല, ഈ പഠിച്ചവർക്ക് ആനയുടെ ഗന്ധം മനസ്സിലാവും. അയാൾ സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കാം. സുഗതൻ, അപ്പൊ ആനയെ കണ്ടുപിടിച്ചിട്ട് ആനക്ക് കൂടൊരുക്കണം. ആനക്കൂടുണ്ട്. ആ കൂടൊരുക്കിയിട്ട് അതിനകത്ത് പനമ്പട്ടിയും ശർക്കരയും 2 കൊല പഴവും ഇതൊക്കെ കൊണ്ട് നടക്കാം. ഈ കൂട്ടിലിട്ട് വളർത്താനുള്ളതല്ല വന്യമൃഗങ്ങൾ ഒരിക്കലും, അത് ആദ്യം മനസ്സിലാക്കണം. പറയുന്നത്